ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കേരള PSC പരീക്ഷയിൽ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചോദ്യം കാണാൻ പറ്റുന്നതാണ്. LDC, LGS തുടങ്ങിയ പരീക്ഷകൾക്കെല്ലാം വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയ എല്ലാ മേഖലകളെയും ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. ഏവർക്കും സ്വാഗതം. ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളികളെ നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി CK ലക്ഷ്മണനാണ്. 1924 പാരീസ് ഒളിമ്പിക്സിലാണ് CK ലക്ഷ്മണൻ പങ്കെടുത്തത്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് PT ഉഷ. 1980 മോസ്കോ ഒളിമ്പിക്സിലാണ് PT ഉഷ പങ്കെടുത്തത്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി CK ലക്ഷ്മണൻ. 1924 പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിത PT ഉഷ. 1980 മോസ്കോ ഒളിമ്പിക്സിൽ മെഡൽ ലഭിച്ചതായിട്ടുള്ള ആദ്യത്തെ മലയാളി മാനുവൽ ഫെഡറിക് ആണ്. ഹോക്കിയിലാണ് ലഭിച്ചത്. വർഷം 1972. ഒളിമ്പിക്സിൽ മെഡൽ ലഭിച്ചതായിട്ടുള്ള ആദ്യത്തെ മലയാളി മാനുവൽ ഫെഡറിക്. 1972 ഹോക്കിയിലാണ് അദ്ദേഹത്തിന് മെഡൽ ലഭിച്ചത്. ഒളിമ്പിക്സിൽ മെഡൽ ലഭിച്ചതായിട്ടുള്ള രണ്ടാമത്തെ മലയാളിയാണ് PR ശ്രീജേഷ്. 2020 അദ്ദേഹത്തിന് മെഡൽ ലഭിച്ചത്. ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യത്തെ മലയാളി വനിത PT ഉഷ എന്നാണ്. 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലാണ് PT ഉഷ ഫൈനലിൽ എത്തിയത്. അവർക്ക് 4ാം സ്ഥാനമാണ് കരസ്ഥമാക്കാൻ പറ്റിയത്. 400 മീറ്റർ ഹർഡിൽസ് ആയിരുന്നു PT ഉഷയുടെ കായിക ഇനം. ഒളിമ്പിക്സ് സെമി ഫൈനലിൽ എത്തിയ ആദ്യത്തെ മലയാളി വനിത ഷൈനി വിൽസൺ ആണ്. 1984 തന്നെ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലാണ് ഷൈനി വിൽസണ് സെമി ഫൈനലിൽ എത്താൻ സാധിച്ചത്. ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മത്സരങ്ങളിൽ പങ്കെടുത്ത മലയാളി ഷൈനി വിൽസൺ ആണ്. 4 ഒളിമ്പിക്സിൽ അവർ പങ്കെടുത്തു. ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് പങ്കെടുത്ത മലയാളി വനിത അല്ലെങ്കിൽ മലയാളി കൂടിയാണ് ഷൈനി വിൽസൺ. 4 ഒളിമ്പിക്സിൽ പങ്കെടുത്തു. ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തിയ ഇന്ത്യൻ വനിതയാണ് ഷൈനി വിൽസൺ. 1992 ബാഴ്സലോണ ഒളിമ്പിക്സിലാണ് ഷൈനി വിൽസൺ ഇന്ത്യൻ പതാക ഏന്തിയത്. 2024 ഒളിമ്പിക്സ് നടന്നത് എവിടാണ്? ഫ്രാൻസിന്റെ തലസ്ഥാനമായിട്ടുള്ള പാരീസിലാണ് 2024 ഒളിമ്പിക്സ് നടന്നത്. അന്ന് 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് അമേരിക്കയാണ്. 40 സ്വർണം, 44 വെള്ളി, 42 വെങ്കലവുമായിട്ട് ആകെ 126 മെഡലുകളാണ് അമേരിക്ക സ്വന്തമാക്കിയത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ രാജ്യം അമേരിക്ക. 40 സ്വർണം, 44 വെള്ളി, 42 വെങ്കലവുമായിട്ട് ആകെ 126 മെഡലാണ് അമേരിക്ക ടോട്ടൽ സ്വന്തമാക്കിയത്. 2ാം സ്ഥാനം കരസ്ഥമാക്കിയത് ചൈനയാണ്. 40 സ്വർണവും ടോട്ടൽ 91 മെഡൽ മാത്രമാണ് ചൈനയ്ക്ക് സ്വന്തമാക്കാൻ പറ്റിയത്. അതുകൊണ്ട് 2ാം സ്ഥാനം നേടിയ രാജ്യം ചൈന. പാരീസ് ഒളിമ്പിക്സിൽ 3ാം സ്ഥാനം നേടിയത് ജപ്പാനാണ്. അന്ന് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് 71ാം സ്ഥാനം മാത്രമാണ് കരസ്ഥമാക്കാൻ സാധിച്ചത്. 6 മെഡലുകൾ ടോട്ടൽ ലഭിച്ചു. 1 വെള്ളിയും 5 വെങ്കല മെഡലുമാണ് ഇന്ത്യക്ക് പാരീസ് ഒളിമ്പിക്സിൽ ലഭിച്ചത്. പാരീസ് ഒളിമ്പിക്സ് 2024 1ാം സ്ഥാനം അമേരിക്ക, ആകെ 126 മെഡൽ. 2ാം സ്ഥാനം ചൈന, 40 സ്വർണവും ആകെ 91 മെഡലുകൾ. 3ാം സ്ഥാനം ജപ്പാനാണ്. ഇന്ത്യക്ക് 71ാം സ്ഥാനം, 6 മെഡലുകൾ ആകെ ലഭിച്ചു. 1 വെള്ളിയും 5 വെങ്കലവും. ഇന്ത്യയിൽ നിന്നും 117 പേരാണ് അന്നത്തെ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്. വെള്ളി നേടിയത് നീരജ് ചോപ്രയാണ്. അദ്ദേഹത്തിന്റെ ഇനം ജാവലിൻ ത്രോ. 89.45 മീറ്റർ ദൂരമാണ് അന്ന് അദ്ദേഹം ജാവലിൻ ത്രോ എറിഞ്ഞിട്ടത്. ഇന്ത്യയിൽ നിന്നും 117 പേർ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തു. അന്ന് വെള്ളി നേടിയത് നമ്മുടെ നീരജ് ചോപ്രയ്ക്കാണ്. അദ്ദേഹത്തിന്റെ കായിക ഇനം ജാവലിൻ ത്രോ. 89.45 മീറ്റർ ദൂരമാണ് അന്ന് ജാവലിൻ ത്രോ അദ്ദേഹം എറിഞ്ഞത്. ഇതിൽ സ്വർണം നേടിയത് പാകിസ്ഥാൻ താരമായിട്ടുള്ള
അർഷാദ് നദീമാണ്. അദ്ദേഹം 92.97 മീറ്റർ ദൂരം എറിഞ്ഞാണ് ഒന്നാം സ്ഥാനം നേടിയത്. നീരജ് ചോപ്രയെക്കുറിച്ച് നോക്കുമ്പോൾ തുടർച്ചയായിട്ട് 2 ഒളിമ്പിക്സിൽ മെഡൽ നേടിയ കായിക താരമാണ് നീരജ് ചോപ്ര. ഹരിയാനയിലെ പാനിപ്പട്ട് സ്വദേശിയാണ് നീരജ് ചോപ്ര. തുടർച്ചയായിട്ട് ഒളിമ്പിക്സിൽ വ്യക്തിഗത മെഡൽ നേടുന്ന 3 ഇന്ത്യക്കാരാണ് സുശീൽ കുമാർ, PV സിന്ധു, നീരജ് ചോപ്ര. തുടർച്ചയായിട്ട് ഒളിമ്പിക്സിൽ വ്യക്തിഗത മെഡൽ നേടുന്ന 3 ഇന്ത്യക്കാർ സുശീൽ കുമാർ, PV സിന്ധു, നീരജ് ചോപ്ര എന്നിവരാണ്. 2024 ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യക്കാരാണ്. ഹോക്കിയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് സ്വപ്നിൽ കുസാലെ. ഹോക്കിയിൽ നമുക്ക് മെഡൽ ലഭിച്ചു, വെങ്കല മെഡൽ. അതേപോലെ സ്വപ്നിൽ കുസാലയ്ക്ക് റൈഫിളിൽ സമ്മാനം നേടി. അമൻ സെഹ്റവത്തിന് ഗുസ്തിയിലാണ് സമ്മാനം നേടിയത്. മനു ഫാക്കറിന് ഷൂട്ടിങ്ങിന്, അതേപോലെ 10 മീറ്റർ എയർ പിസ്റ്റളിനും ലഭിച്ചു. എയർ പിസ്റ്റൾ മിക്സഡ് ടീമിനും മനു ഫാക്കറിനും സരബ് ജ്യോതി സിംഗിനും ലഭിച്ചു. നമുക്ക് 2024 ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ എന്തിനൊക്കെ ലഭിച്ചു? ഹോക്കിയിൽ ലഭിച്ചു. അതേപോലെ സ്വപ്നിൽ കുസാലയ്ക്ക് റൈഫിളിൽ ലഭിച്ചു. അമൻ ഹെസ്റവത്ത് ഗുസ്തിക്ക് ലഭിച്ചു. മനു ഫാക്കറിന് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റളിനും എയർ പിസ്റ്റൾ മിക്സഡ് ടീമിനും മനു ഫാക്കറിനും സരബ് ജ്യോതി സിംഗിനും വെങ്കല മെഡൽ ലഭിച്ചു. മനു ഫാക്കറിനെ കുറിച്ച് ഒന്ന് നോക്കാം. ഒളിമ്പിക്സ് ഷൂട്ടിംഗ് വിഭാഗത്തിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് മനു ഫാക്കർ. കൂടാതെ ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ കായിക താരം കൂടിയാണ് മനു ഫാക്കർ. ഒരു ഒളിമ്പിക്സിൽ തന്നെ 2 മെഡൽ ലഭിക്കുന്ന ആദ്യത്തെ കായിക താരമാണ് മനു ഫാക്കർ. ഹരിയാന സ്വദേശിയാണ് മനു ഫാക്കർ. ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യയുടെ 13ാമത്തെ മെഡൽ ആണ് ഇപ്പോൾ ലഭിച്ചത്. 8 സ്വർണവും 1 വെള്ളിയും 4 വെങ്കലവുമാണ് ഇന്ത്യക്ക് ഹോക്കിയിൽ നിന്നും ഇതുവരെ ഒളിമ്പിക്സിൽ ലഭിച്ച മെഡലുകൾ. 8 സ്വർണം, 1 വെള്ളിയും 4 വെങ്കലവും നമുക്ക് ലഭിച്ചു. 2024 ഒളിമ്പിക്സിൽ വെങ്കലം നേടി എതിരാളിയായത് സ്പെയിനാണ്. നമ്മുടെ ഇന്ത്യയുടെ എതിരാളിയായിട്ട് നിന്നത് സ്പെയിനാണ്. അവർക്ക് വെങ്കല മെഡലാണ് 2024 ഒളിമ്പിക്സിൽ ലഭിച്ചത്. ഇന്ത്യയുടെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് ആണ്. ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആരാണ്? ഹർമൻപ്രീത് സിംഗ്. ഇന്ത്യയുടെ ഗോൾ കീപ്പറായിട്ട് നിന്നത് PR ശ്രീജേഷ്. നമ്മുടെ മലയാളിയായിട്ടുള്ള PR ശ്രീജേഷ് ആണ് നിന്നത് ഇന്ത്യയുടെ ഗോൾ കീപ്പറായിട്ട്. തുടർച്ചയായിട്ട് 2 ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യത്തെ മലയാളി കൂടിയായി മാറി PR ശ്രീജേഷ്. 2020 2024 ഒളിമ്പിക്സിലും PR ശ്രീജേഷിന് മെഡൽ ലഭിച്ചു. ഒളിമ്പിക്സിൽ പങ്കെടുത്ത 2 പ്രധാനപ്പെട്ട മലയാളി നീന്തൽ താരങ്ങളാണ് സെബാസ്റ്റ്യൻ സേവ്യറും സാജൻ പ്രകാശും. ഒളിമ്പിക്സിൽ പങ്കെടുത്ത 2 പ്രധാന മലയാളി നീന്തൽ താരങ്ങളാണ് സെബാസ്റ്റ്യൻ സേവ്യർ, സാജൻ പ്രകാശ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി ബാഡ്മിന്റൺ താരമാണ് HS പ്രണോയ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി ബാഡ്മിന്റൺ താരം HS പ്രണോയ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത മറ്റ് മലയാളികളെ നോക്കാം. KT ഇർഫാൻ നടത്തത്തിന് പങ്കെടുത്തു. M ശ്രീശങ്കർ ലോങ് ജമ്പിനും, MB ജാബിർ 400 മീറ്റർ ഹർഡിൽസ്, മുഹമ്മദ് അനസ് റിലേക്ക്, അലക്സ് ആന്റണി റിലേ, അമോജ് ജേക്കബ് റിലേക്ക് പങ്കെടുത്തു. ഒന്നുകൂടെ നോക്കാം. KT ഇർഫാൻ നടത്ത മത്സരം, M ശ്രീശങ്കർ ലോങ് ജമ്പ്, MB ജാബിർ 400 മീറ്റർ ഹർഡിൽസ്, മുഹമ്മദ് അനസ് റിലേ, അലക്സ് ആന്റണി റിലേ, അമോജ് ജേക്കബ് റിലേക്ക് പങ്കെടുത്തു. 2028 ഒളിമ്പിക്സിന്റെ വേദിയായത് അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ് ആണ്. 2028 ഒളിമ്പിക്സ് വേദിയാവാൻ പോകുന്ന നഗരം അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ് ആണ്. 2032 ഒളിമ്പിക്സിന് വേദിയാകാൻ പോകുന്നത് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബൻ ആണ്. 2032 ഒളിമ്പിക്സ് വേദിയാവാൻ പോകുന്നത് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബൻ. ഒളിമ്പിക്സ് തുടങ്ങിയത് പുരാതന ഒളിമ്പിക്സ് ആകുമ്പോൾ BC 776 ഗ്രീസിലാണ് ആരംഭിച്ചത്. അന്ന് ഒരു ദിവസം മാത്രമാണ് ഒളിമ്പിക്സ് നടന്നത്. ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത് 1896 ഗ്രീസിലെ ഏതൻസിൽ തന്നെയാണ്.
പുരാതന ഒളിമ്പിക്സ് തുടങ്ങിയത് BC 776 ഗ്രീസിലാണ്. ഒരു ദിവസം മാത്രമാണ് നീണ്ടുനിന്നത്. ആധുനിക ഒളിമ്പിക്സ് 1896 ഗ്രീസിൽ തന്നെയാണ്. ഗ്രീസിലെ ഏതൻസിലാണ് 1896 ആധുനിക ഒളിമ്പിക്സ് നടന്നത്. ഒളിമ്പിക്സ് ദിനം എന്നാണെന്ന് ചോദിക്കും. ഒളിമ്പിക്സ് ദിനം ജൂൺ മാസം 23. ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് ബാരൻ പിയറി ഡി കുബർട്ടിൻ ആണ്. ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് ബാരൻ പിയറി ഡി കുബർട്ടിൻ. ഒളിമ്പിക്സിൽ ആദ്യത്തെ മെഡൽ ജേതാവായിട്ടുള്ളത് ജെയിംസ് ബ്രണ്ടൻ കൊണോലി ആണ്. ആദ്യത്തെ ഒളിമ്പിക്സ് മെഡൽ ജേതാവ് ജെയിംസ് ബ്രണ്ടൻ കൊണോലി. ഒളിമ്പിക്സ് ദിനമെന്നാണ് ജൂൺ മാസം 23. ഒളിമ്പിക്സ് പതാകയുടെ നിറം വെള്ള പശ്ചാത്തലത്തിൽ പരസ്പരം കോർത്ത 5 നിറങ്ങൾ ഉള്ള വളയങ്ങളാണ് ഒളിമ്പിക്സ് പതാകയുടെ നിറമായിട്ടുള്ളത്. അതിൽ ഓരോ വളയവും ഏത് ഭൂഖണ്ഡത്തെ പ്രതിനിധാനം ചെയ്യുന്നെന്ന് നോക്കിയാൽ മഞ്ഞ വളയം ഏഷ്യ, നീല വളയം യൂറോപ്പ്, കറുപ്പ് ആഫ്രിക്ക, പച്ച ഓസ്ട്രേലിയ, ചുവപ്പ് അമേരിക്ക. മഞ്ഞ വളയം ഏഷ്യ, നീല യൂറോപ്പ്, കറുപ്പ് ആഫ്രിക്ക, പച്ച ഓസ്ട്രേലിയ, ചുവപ്പ് അമേരിക്കയുമാണ് പ്രാതിനിധാനം ചെയ്യുന്നത്. ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം എന്താണ്? വേഗത്തിൽ, ഉയരത്തിൽ, ശക്തിയിൽ ഒന്നിച്ച് എന്നുള്ളതാണ്. ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം വേഗത്തിൽ, ഉയരത്തിൽ, ശക്തിയിൽ ഒന്നിച്ച്. ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അഭിനവ് ബിന്ദ്ര. ഷൂട്ടിങ്ങിനാണ് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ അഭിനവ് ബിന്ദ്ര ഷൂട്ടിങ്ങിൽ സമ്മാനം ലഭിച്ചു. ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൽ സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ നീരജ് ചോപ്രയാണ്. ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൽ സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ നീരജ് ചോപ്ര. പാരാ ഒളിമ്പിക്സിൽ സ്വർണം ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് അവനി ലേഖര. പാരാ ഒളിമ്പിക്സിൽ സ്വർണം ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത അവനി ലേഖര ആണ്. പാരാ ഒളിമ്പിക്സിൽ 2 മെഡൽ ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി അവനി ലേഖര തന്നെയാണ്. പാരാ ഒളിമ്പിക്സിൽ 2 മെഡൽ ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് അവനി ലേഖര. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ വ്യക്തിഗത മെഡൽ നേടുന്ന ഇന്ത്യക്കാരൻ KD ജാദവ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ വ്യക്തിഗത മെഡൽ ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് KD ജാദവ്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി വേണ്ടുന്ന ടോപ്പിക്സുമൊക്കെ എന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ ഓൺ ചെയ്തിടാൻ കൂടി ശ്രമിക്കണേ. ഏവർക്കും നന്ദി, നമസ്കാരം.